കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം അമ്പാടിക്കുരുഭൂഷണം ശ്രീസമോഹത്തിന്നഹോഭീഷണം പൈമ്പാലെന്ന തയ്യക്കുമോഷണം അതിക്രൂരാത്മനാം പേഷണം വൻപാപത്തിന് ശോഷണം വനിതമാക്കാനന്ദ സംപോഷണം പാദം അതിദൂഷണം ഭരതുമേ മഞ്ജീര സംഘോഷണം. നമസ്കാരം. ഭക്തകവി പൂന്താനത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ആ മഹാനുഭാവനെ സ്മരിക്കുവാനും അദ്ദേഹത്തിന്റെ ഉത്തമ ഭക്തിയെ കുറിച്ച് സംസാരിക്കുവാനും ഭഗവത് അനുഗ്രഹത്താൽ എനിക്ക് ഭാഗ്യമുണ്ടായിരിക്കും. ശ്രീ ഗുരുവായൂരപ്പനെയും ശ്രീ മഹാദേവനെയും പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് കടന്നു വരുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ എന്ന പിഞ്ചു ബാലൻ നമ്മോട് പറയുന്ന 9 വിധത്തിലുള്ള ഭക്തിമാർഗത്തെ കുറിച്ചാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആരാണ് ഭഗവത് ഭക്തന്മാർ? അവരുടെ ലക്ഷണം എന്തെല്ലാമാണ്? ഇതിനുള്ള ഉത്തരവും ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയുണ്ട്. ഭക്തന്മാരെ 3 വിധത്തിൽ തരംതിരിക്കാം. ഉത്തമഭക്തൻ, മധ്യമഭക്തൻ, പ്രവൃത്തഭക്തൻ. തന്നിലും മറ്റുള്ളവരിലും സർവഭൂതങ്ങളിലും ഈശ്വരഭാവത്തെ കാണുന്നവനാണ് ഉത്തമഭക്തൻ. അവൻ എല്ലാം ഭഗവത് സ്വരൂപമായി കാണുന്നു. മധ്യമഭക്തന് ഈശ്വരന് പ്രേമവും ഭക്തന്മാരോട് മൈത്രിയുമാണ് ഉണ്ടാവുക. പ്രാകൃത ഭക്തനാകട്ടെ ജനങ്ങളിൽ മാത്രം ഈശ്വരനെ കാണുന്നു. മറ്റു ഭക്തന്മാരിലോ ജനങ്ങളിലോ ഒന്നും ഈശ്വരഭാവം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. ഉത്തമ ഭക്തിയുടെ മഹോദാഹരണമായ പൂന്താനത്തിന്റെ മഹത്വം കാണിക്കുന്ന അനേകം സംഭവങ്ങളൊന്ന് ഇന്നിവിടെ സ്മരിക്കട്ടെ. ഒരു നാൾ പൂന്താനം പ്രകൃതിയിലെ പിഴ തീർക്കുവാനായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമീപം ചെന്നു. സംസ്കൃതത്തിൽ അത്യഗാധ പണ്ഡിതനായ ഭട്ടതിരിക്ക് ഭാഷാകൃതിയിലെ പിഴ തീർക്കാൻ തീരെ താല്പര്യമുണ്ടായില്ല. വള്ളത്തോളിന്റെ വാക്കുകളിൽ മറ്റു എല്ലാവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം വിസമ്മതം പൂന്താനത്തെ കുന്തിതപ്പെടുത്തി. വാദരോഗ്യമായ മേൽപ്പത്തൂരിന്റെ രോഗക്ലേശം അന്ന് രാവിലെ അതികഠിനമായി. രോഗക്ലേശം വർദ്ധിച്ചപ്പോൾ ഗുരുവായൂരപ്പനെ കേണു പ്രാർത്ഥിച്ചു. പ്രത്യക്ഷനായ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: അഭാഷാകലിയുടെ സങ്കടം തീർക്കുകയും തൽപ്രീതിയെല്ലാം അരുന്നി രോഗം മാറാൻ. കേളിയേറിയിലെ മേൽപ്പത്തൂരിന്റെ വിഭക്തിയെക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം. ആയിരം സുസംസ്കൃത ശ്ലോകപുഷ്പത്താൽ ഗുരുവായൂരപ്പനെ പൂജിച്ച മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യത്തെക്കാൾ പൂന്തേനാക്കുന്ന പല പല ഭാഷാകാവ്യങ്ങളും കണ്ണൻ നിവേദിച്ച പൂന്താനത്തിന്റെ ഭക്തിയാണ് തനിക്കിഷ്ടമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു മതി ഭഗവാൻ കാണിച്ചില്ല. അങ്ങനെയുള്ള അചഞ്ചലമായ ഉത്തമ ഭക്തിയുണ്ടാകുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാൽ പൂന്താനത്തിന്റെ വഴികൾ നമുക്ക് പ്രചോദനമാകട്ടെ. ആമോദം പൂണ്ടു ചെല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മാഹാത്മ്യമാണിതു. പിഴയെങ്കിലും പിഴകീടാകിലും തിരുവുള്ള വരൾക്ക ഭഗവാനും. നന്ദി, നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തിയത് ശ്രീ ഗണപതി വേണു എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊന്നും വിഘ്നം ഉണ്ടാവില്ല എന്നതിന്റെ സൂചനയാണ്. രണ്ടാമത് ഞാൻ ആദ്യം പ്രസംഗം കേട്ടത് സരസ്വതി എന്ന കൊച്ചുകുട്ടിയുടെയാണ്.
അപ്പോ സരസ്വതിയെ കൂടി ഞാൻ പ്രണമിച്ചുകൊണ്ടാണ് അവർക്ക് ഒരു സമ്മാനം കൊടുത്തത്. കാരണം അതൊരു സരസ്വതി പ്രണാമം കൂടിയാണ്. ആ കുട്ടിയുടെ പ്രസംഗം അത്ര ഹൃദ്യവും ഉള്ളിൽ തട്ടുന്നതുമായിരുന്നു. ആ ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നതിൽ തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ സാഫല്യം എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള പല കുട്ടികളും കൂടെ ഉണ്ടാവട്ടെ. അത്തരത്തിലുള്ളതായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഈ ജ്ഞാന മാർഗത്തിലേക്ക് വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന.